ടീച്ചർ ആരോപെടുത്തി, ടീച്ചർ ഇതിന്റെ ഏജന്റായി. ടീച്ചർക്ക് ഈ അക്കൗണ്ടിലേക്ക് മാറ്റണമെങ്കിൽ ഒരാളെയും കൂടി വേണമായിരുന്നു. ടീച്ചറുടെ ഏറ്റവും ഫ്രണ്ടായ മറ്റേ ടീച്ചറെ കൂട്ടി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ പ്രണയത്തിന്റെ മറവിൽ പോലും കച്ചവടം നടക്കുന്നത് ഈ ഡ്രഗാണ്. ഞങ്ങൾ കണ്ടെടുത്തോളം ഇതൊരു വെള്ളപ്പൊടിയാണ്. ഇതൊരിക്കലും രക്ഷകർത്താക്കൾ വിശ്വസിക്കാത്ത എന്താ പറയുക, ഈ 2500 മുതലായും 45,000 രൂപ വരെ വിലയുണ്ട്. യൂറോപ്പിൽ ഇന്ന് 45,000 രൂപ, എത്ര കിൻഡലിനല്ല, ഒരു ഗ്രാമിന്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണെന്നാ ഇപ്പം പുതിയ കണ്ടെത്തൽ. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതെന്നറിയോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട നടക്കാൻ ഏറ്റവും സൗകര്യം പെണ്ണുങ്ങൾക്കാ. ഇത് 1-2 ഗ്രാം 5 ഗ്രാം പോലും പെൺകുട്ടികൾക്ക് ഏടെ വേണമെങ്കിൽ ഒളിപ്പിച്ചുകൊണ്ടോയി കൂടെ. ഈ നമ്മളെ പെരുമ്പാവൂരിൽ നിന്ന് ഇപ്പോ 1.5 കിലോ ഈ രാസലഹരി ആരുടെ കയ്യിൽ നിന്നാ കിട്ടിയത്? ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന്. നേടുന്നാ കിട്ടിയത്? ആ പെൺകുട്ടിയുടെ അണ്ടർവെയറിന്റെ ഉള്ളിൽ ആ പെണ്ണ് വെച്ചത്. പോലീസിന് ഇങ്ങനെ പരിശോധിക്കാൻ പറ്റുമോ? ആ അണ്ടർവെയർ താത്ത് നോക്കട്ടെ, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൈവസിയുടെ ഭാഗമായി പലപ്പോഴും നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത സ്ഥലത്ത് ഈ സാധനം 1-2 ഗ്രാം കടത്തുവാൻ ഏറ്റവും നല്ല മാർഗം പെൺകുട്ടിയാണ്. എന്തുകൊണ്ടാണ് പെൺകുട്ടി ഈ ലോകത്തേക്ക് വീഴുന്നത്? എന്തുകൊണ്ടാണ് കുട്ടി ഈ ലോകത്തേക്ക് വീഴുന്നത്? ഇനി 2 സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇന്നോട്ട് നോക്കിക്കോ, ഈ ക്ലാസ് എടുത്തോണ്ടൊന്നും നിങ്ങൾ വേദാറാണ്ട. ഇതൊരു കർപ്പൂരം പോലത്തെ ഒരു സാധനം. കർപ്പൂരം കണ്ടിട്ടുണ്ട് നിങ്ങൾ? കൽക്കണ്ടി പോലത്തെ സാധനമാണിത്. വെള്ളം മുഖത്തിടുന്ന പൗഡർ പോലെ ഉണ്ടാവും, ഇല്ലെങ്കിൽ കിഴങ്ങിന്റെ പൊടി പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഒരു സാധനം. ഒരു ക്രിസ്റ്റൽ ടൈപ്പ്, ഒരു പൊടി ടൈപ്പിലാണ് ഇത് നമ്മൾ കണ്ടത്. അപ്പൊ നിങ്ങൾ 4ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ ഈ ക്രിസ്റ്റൽ ഉണ്ടോ, ഈ സാധനം ഉണ്ടോ, നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെ ഞങ്ങൾക്ക് തിരിയാ? നിങ്ങൾ ശരിക്കും ക്ലാസ് സീരിയസ് ആയിട്ടാണ് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്പം ചോദിക്കണം, എന്റെ മോന്റെ കയ്യിൽ പഞ്ചാരയാണോ കർപ്പൂരാണോ കൽക്കണ്ടിയാണോ എന്ന് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുമെന്ന് ചോദിക്കണം. നിങ്ങൾ ആരും ചോദിച്ചാ? ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകും. മറ്റേത് ഇത് തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകുന്നത് കൊണ്ട് ഈ ലേസിന്റെ പാക്കറ്റ് പോലെ, ഷാംപൂ സാഷ പോലെ കട്ടി കവറിന്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കവറിന്റെ ഉള്ളിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു അന്തം വിട്ട നമ്മുടെ സാധനമാണ്. മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങളോട് ഇത് പറഞ്ഞ വലിയ കാര്യം. പക്ഷെ എന്റെ ക്ലാസ് കേട്ടിട്ട് ഒരു അമ്മയും ഒരു ഡിഗ്രി പഠിക്കുന്ന ചെക്കനും എന്റെ വീട്ടിലേക്ക് ഒരാഴ്ച മുമ്പേ വന്നിരുന്നു. ആ അമ്മ ടെൻഷനോട് വിറയോടുകൂടി പറഞ്ഞെന്താ പറയാ, കിട്ടി പോലീസേ കിട്ടി. ഞാൻ ചോദിച്ചു എന്ത്? മറ്റേത്. ഏത് മറ്റേത്? ഞാൻ ആകെ ബേജാറായിപ്പോയി. ഇനിയിപ്പോ എന്നോട് എന്തിനാപ്പ മറ്റേത്? അങ്ങനെ പറയാം. ഞാൻ ആകെ ടെൻഷനാകുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെ മകന്റെ മകളുടെ അടുത്ത് നിന്ന് കിട്ടിയത്? ഓള് 2nd ഇയർ ഡിഗ്രിക്ക് പഠിക്കുക. നിങ്ങൾ പറഞ്ഞ ഈ കവറുണ്ടല്ലോ അത് കിട്ടി. ഞാൻ ചോദിച്ചു ഏടുന്ന്? ഓളെ പെട്ടിന്ന്. ഞാൻ പറഞ്ഞു കിട്ടിയ സാധനം നിങ്ങൾക്ക് ഞാൻ വിറകൈകളാൽ, മനസ്സിലായില്ല, ഒരു കുടുംബം നശിക്കാൻ പോകുന്നൊരു വിറകൈകളല്ല സാധനം എടുത്തു നോക്കുമ്പോ ഇല്ലേ, നമ്മളെ ഫ്ലാസ്കിന്റെ ഉള്ളിൽ മണം വരുന്നതിന് ഒരു പൊടി ഇടൂല്ലേ, ഒരു സാധനം കണ്ടി നിങ്ങൾ കവറിന്റെ ഉള്ളിൽ ഒരു തരി പോലത്തെ, ഈ പെട്ടീന്റെ ഉള്ളിലും അതുണ്ടാവും. ഈ അമ്മ ഈ ക്ലാസ് കേട്ടിട്ട് റൂം മുഴുവൻ പരിശോധിച്ച് നോക്കുമ്പോൾ മോളെ പെട്ടീന്റെ ഉള്ളിൽ എന്ത്? അന്നേരം ഓടി വന്നതാ പോലെ, ഇതാ കിട്ടി മറ്റേത്. മനസ്സിലായി? അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ജീവിതത്തിൽ എന്റെ ക്ലാസ് കൊണ്ട് ഒരു ഗുണം കിട്ടിയ ഒരു അമ്മേനെ ഞാൻ കണ്ടപ്പോ ഇല്ല. അമ്മ ഞാൻ ചായ കുടിക്കും, എല്ലാം കുടിക്കും. കാരണം എന്താ അറിയോ? വീട്ടിൽ പോയി പരതിയല്ലോ. ആ പരതലാണ്, ആ സംശയമാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ വിജയമെന്ന് ഞാൻ കണക്കാക്കുന്നു. അവിടെയാണ് ഈ സംശയമില്ലായ്മയാണ് നമുക്ക് അവർക്ക് എന്താവുന്നത് കരുത്തേക്കുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് വളരെ സിമ്പിളാട്ടോ. ഇത് നാവിന്റെ തുമ്പിൽ. ഇപ്പൊ കഞ്ചാവ് എന്ന് പറയുമ്പോൾ ഈ വലിച്ച ആളുകളെല്ലാം കണ്ടപ്പോ എന്റെ കൂട്ടുകാരന്റെ ഒരു മോൻ കഞ്ചാവ് വലിച്ചിട്ട് ഓൻ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ ചോദിച്ചു എന്റെ അടുത്തല്ല കൊണ്ടുവരണ്ടേ, ഡോക്ടറെ അടുത്താ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇനിയൊന്ന് നോക്കിയിടാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓനോട് ചോദിച്ചല്ല മോനെ ഇനി എന്തിനാണ് ഈ ചെറുപ്പത്തിൽ കഞ്ചാവ് വലിക്കുന്നത്? അതിൽ 78 രാസവസ്തുക്കൾ അങ്ങനെ ഇങ്ങനെ. എനിക്ക് ഒരുത്തനെ കിട്ടിയതോടുകൂടി ഞാൻ മോനെ ഉപദേശിച്ചങ്ങ് കൊന്ന്. ഒരു അരമണിക്കൂർ എന്റെ ഉപദേശം കേട്ടപ്പോ ചെക്കൻ ഇങ്ങനെ ഇരുന്ന് ശരിയാണല്ലോ എന്നല്ലോ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ജയിച്ച്. കാരണം എന്റെ ഉപദേശവും കേട്ടല്ലോ. ഒരു അരമണിക്കൂർ 25 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ ചെക്കൻ എന്നോട് പറഞ്ഞാന്ന് അറിയോ? ഓൻ എന്നെ പരിചയമൊന്നുമില്ല. അവന്റെ അച്ഛനും ഞാൻ ഒന്നിച്ച് പഠിച്ചത്. ഓൻ എന്നോട് പറയാം, രംഗീഷ് ചേട്ടാ. ഞാൻ എന്തേനോടാ? നിങ്ങൾ പറഞ്ഞല്ല ഞാൻ കേട്ടില്ലേ? ഞാൻ കേട്ട്. ഇനി ഞാൻ പറയുന്ന നിങ്ങൾ കേക്ക്. ഞാൻ ആയിക്കോട്ടെ ഇനി പറഞ്ഞോളി. ഓൻ പറഞ്ഞറിയോ? ഒന്ന് പുകച്ചിട്ട് നിങ്ങൾ എന്നെ ഉപദേശിച്ചു നോക്ക്, എന്തൊരു രസമായിരിക്കും അറിയാം ഇതറിയാൻ. നിങ്ങൾ പുകക്കാത്തോണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നിങ്ങൾ ഈ മണ്ടത്തരം പറയുന്നതെന്ന്. അങ്ങനെ ആ സിഗരറ്റിലേക്ക് ഒന്ന് വലിച്ചു നോക്ക്, ഒരു ഗ്ലാസ് കുടിച്ചു നോക്ക്. കൂട്ടുകാരുടെ പ്രലോഭനത്തിന് വഴങ്ങിയിട്ടാണ്. വേണ്ടാന്ന് പറയുന്നത് തീർന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഈ രാസലഹരി അങ്ങനെയല്ല. ഈ രാസലഹരി ഒരു തരി, ഇതൊരു കിൻഡലൊന്നും വേണ്ട, ഒരു മൈക്രോ മില്ലി, അതായത് നഖത്തിന്റെ ഉള്ളിൽ പെടുന്ന ഒരു പൊടി നമ്മളെ ചുണ്ടിൽ, നമ്മളെ മൂക്കിൽ, നമ്മളെ കണ്ണിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ, മിഠായിയിൽ, ജ്യൂസിൽ ഏതെങ്കിലും ഒന്ന് കലക്കിയിട്ട് അങ്ങ് കുടിച്ചാലില്ലേ വയറ്റിലങ്ങ് എത്തിയാൽ മതി. ഭയങ്കര സന്തോഷമായിരിക്കും പോലും. ഭാര്യനെ സ്നേഹിക്കുന്ന ഭർത്താവില്ലേ സ്നേഹിച്ച് കൊല്ലും പോലും. കാമുകീനെ പ്രണയിക്കുന്ന കാമുകൻ ഇത് ഉപയോഗിച്ചാലേ കാമുകീനെ നക്കിക്കൊല്ലും പോലും. ഇനി പശുവിനെയാ പോറ്റുന്നെങ്കിൽ പശുവിനില്ലേ പുല്ലും തവിടും മിടക്ക് സ്വർണ്ണടക്കം ഇട്ട് കൊടുക്കും പോലും. ഇനി ഫുട്ബോളാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഫുട്ബോളാണ് ശക്തി. രാഷ്ട്രീയക്കാരൻ്റെ ഇത് നിന്നായില്ലേ
രാഷ്ട്രീയം എന്നുള്ള പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ രോമം എടുത്ത് പിടിക്കും പോലും. പക്ഷെ ഒരു തകരാറെന്താന്ന് അറിയിന്? എന്താ തകരാറ്? ഞാൻ എന്റെ ഭാര്യനെ ഇഷ്ടപ്പെടുന്ന ഞാനിത് ഉപയോഗിച്ചാല് ഞാൻ എന്റെ ഭാര്യനെ വിളിക്കുമ്പോൾ ഓളെ ഫോൺ എൻഗേജ്ഡ് ആയാലേ എന്റെ തനിക്കോണങ്ങ് പുറത്തു വരും. ഓളോട് ഉപദേശമൊന്നുമില്ല, അറത്തു മാറ്റലാണ്. മനസ്സിലായില്ലേ? എനിക്ക് കാമുകന, അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയേറെ കാമുകന്മാർ കാമുകീനെ കൊല്ലുന്നത്. എന്തുകൊണ്ടാ? ഭയങ്കര ഇട്ടത്തിൽ ചക്ക പൊയ്ങ്ങി ഇതെല്ലാം ആയി അവസാനം ഓം വിളിക്കുമ്പോൾ എടുക്കാതിരുന്നാൽ, ഓം വിളിക്കുമ്പോൾ എൻഗേജ്ഡ് ആയാൽ ഈ ചങ്ങായിക്ക് അത് താങ്ങാൻ പറ്റൂല, മനസ്സിന് ശക്തി ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്താ അറിയോ? 48 മണിക്കൂർ ഇതിന്റെ സന്തോഷം നിലനിൽക്കുമ്പോൾ, യൂറോപ്പിലുള്ള 45,000 രൂപയുടെ സാധനം തിന്നാല് ഒരാഴ്ച നിൽക്കുമ്പോലും നിങ്ങൾക്ക് ഇപ്പം തോന്നണല്ലേ ചെറുങ്ങനെ തിന്നണമെന്ന്. ഇതിന്റെ ഒരു വിഷയം എന്താ അറിയോ? ഇനി രുചിയില്ല, മണമില്ല, ഒന്നുമില്ല. ഇപ്പൊ അതിൽ നിങ്ങൾ മുട്ടായി പുരട്ടിയിട്ട് തന്നാൽ മുട്ടായി എക്ലേഴ്സിന്റെ ടേസ്റ്റ് തന്നെ, പച്ചവെള്ളത്ത് കുടിച്ചാൽ പച്ചവെള്ളം തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ഇതെന്റെ ചുണ്ടിലേക്ക് വരരുത് എന്ന് ആരോട് പ്രാർത്ഥിച്ചാലും സാരമില്ല, വരരുത് എന്ന് പറഞ്ഞാൽ വരരുത്. ഞാൻ ഈ കുട്ടിക്ക് ഒരു മുട്ടായി ഇത് കൊടുത്ത് ആ കുട്ടി തിന്നൂലേ, അതോടുകൂടി കുട്ടി കഴിഞ്ഞു. 48 മണിക്കൂർ സന്തോഷം. ഇതിന്റെ ഒരു വിഷയം എന്താ? എന്തിനാ ഈ കുട്ടീനെ നമ്മൾ ബലിയാടാക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ? ഞാൻ പറഞ്ഞ ഈ ടീച്ചറൊക്കെ ഇതിലേക്ക് പെട്ടുപോയതാ. ടീച്ചർ വന്ന് മനസ്സറിഞ്ഞുകൊണ്ട് വന്നതല്ല. എങ്ങനെയാ ടീച്ചർ വിട്ടുപോയെന്ന് അറിയാം? ഇതൊന്ന് നാവിന്റെ തുമ്പിൽ അങ്ങ് വന്നാൽ 48 മണിക്കൂർ എന്താവും? സന്തോഷം കൊണ്ട് പറക്കും. പക്ഷെ 48ാമത്തെ മണിക്കൂറിൽ ഈ സാധനം ഈ ആദ്യം ഉപയോഗിച്ച അതേ അളവിൽ നമ്മുടെ ചുണ്ടിൽ വന്നില്ല എങ്കിൽ നമ്മൾ വയലന്റ് ആവും. ഇപ്പൊ ഞാനിത് ഉപയോഗിച്ച 48ാമത്തെ മണിക്കൂറിൽ രംഗീഷ് കടവത്ത് മരിച്ച്, പക്ഷെ 48ാമത്തെ മണിക്കൂറിൽ ഇത് വീണ്ടും നമ്മളെ ചുണ്ട് കിട്ടിയാൽ ഞാൻ വീണ്ടും എണീക്കും. പക്ഷെ എന്റെ തലച്ചോറ് നശിച്ചുവെക്കുണ്ടാവും. പിന്നീട് ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളെ മക്കൾ തിന്നാൽ 48ാമത്തെ മണിക്കൂറിൽ അവന്റെ തലച്ചോറ് റീസെറ്റ് ആവും. പക്ഷെ വീണ്ടും അത് കിട്ടിയാൽ നമുക്കത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നോ ഫുട്ബോളിനെ തന്നെ ഇഷ്ടപ്പെടും. അമ്മേനെ സഹായിക്കുന്നവന് അമ്മ തിരുമ്പും ഓൻ ഒലുമ്പും, ഓൻ ഒലുമ്പും അമ്മ ബീയും, അമ്മ ബീഞ്ഞാൽ ഓൻ ആറിയിടും. ഇത്രയും ഭയങ്കര ബന്ധം ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേക ഇതെന്തിനാ ഏറ്റവും കൂടുതൽ? ഇത് ആൺകുട്ടികൾ ഉപയോഗിക്കുമ്പോൾ പാർട്ടി ഡ്രഗ് എന്നും പെൺകുട്ടികൾ ഉപയോഗിക്കുമ്പോൾ റേപ്പ് ഡ്രഗ് എന്ന് അറിയപ്പോ പെൺകുട്ടികളാണ് ഇത് റേപ്പ് ഡ്രഗ്. അതിന്റെ പ്രത്യേകം എന്നറിയോ? നിങ്ങൾ ഇതൊന്ന് അങ്ങ് രുചിച്ചായില്ലേ, നിങ്ങൾ എത്ര പ്രാവശ്യം ബലാത്സംഗം ചെയ്താലും ഗർഭിണി ആയാലും നിങ്ങൾ അറിയില്ല. കേരളത്തിലെ പത്രം തുറന്നു നോക്ക്. 18 വയസ്സുകാരി കോഴിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നപ്പോ അച്ഛനും അമ്മയും വന്നപ്പോൾ പറഞ്ഞു വയറ്റിൽ വേനയാന്ന് പറഞ്ഞു. ഓള് കക്കൂസ് പോയി. എന്ത് സംഭവിച്ചു? ഒരു കുട്ടീനെ പ്രസവിച്ചിട്ട് ജനലിന്റെ ഉള്ളിൽ കൂടി അപ്പുറത്തെ പറമ്പിലേക്ക് എറിഞ്ഞു. ഡോക്ടർ ആ നഴ്സ് ഇത് കേട്ടപ്പോ, കുട്ടീനെ കരച്ചിൽ കേട്ടപ്പോ എടുത്തു നോക്കുമ്പോ 2,900 ഗ്രാം ഭാരമുള്ള ചന്ദനത്തിന്റെ കളറുള്ള ഒരു പെൺകുട്ടി. എവിടുന്ന വന്നേ നോക്കുമ്പോൾ ജനലിന്റെ അടുത്തുകൂടി ഇങ്ങനെ ഈ പൊക്കിൽ കൂടി ഒരഞ്ഞു മാറിയ നനഞ്ഞ അത് കണ്ടപ്പോ ആ നഴ്സിന് മനസ്സിലായി ഈ കുട്ടി. അപ്പൊ വന്നു നോക്കുമ്പോൾ ഒരു 18 വയസ്സുകാരി ഒരു കൂസലും ഇല്ലാണ്ട് ഇങ്ങനെ പ്രസവിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്റെ വിഷയം എന്താ പറയുക? അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടി 9 മാസം ഗർഭിണിയായത് വീട്ടിലുള്ളത് അറിഞ്ഞില്ലേ? അമ്മയും അച്ഛനും. എറണാകുളത്ത് 21ാമത്തെ തട്ടിലുള്ള ഫ്ളാറ്റിലെ പെൺകുട്ടി 9ാമത്തെ മാസം അല്ലെങ്കിൽ 6ാമത്തെ മാസം ബാംഗ്ലൂരിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച് ഞാൻ പഠിക്കുന്നില്ല, അച്ഛന്റെയും അമ്മേന്റെയും കൂടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ ജീവിച്ചപ്പോ ഒരു 9.5 മാസമാകുമ്പോൾ കുട്ടിക്ക് വയറുവേദനയാവുന്നു, ബാത്റൂമിൽ പോകുന്നു, കുട്ടി പ്രസവിക്കുന്നു. അത് കുട്ടി ആ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ഒരു ആമസോണിന്റെ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗുമായി 21ാമത്തെ ഫ്ളാറ്റിന്റെ മേലെ പോയി ആ പറമ്പിലേക്ക്, ആ എറണാകുളത്തിന്റെ മണ്ണിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് ആ ബാഗ് വലിച്ചെറിയുമ്പോൾ ആ കുട്ടിയുടെ ബാഗിൽ 3 കിലോ 100 ഗ്രാം ഭാരമുള്ള എള്ളിൻ കളറുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പ്രസവിച്ചില്ലേ? എനക്കെന്റെ ഭാര്യനെ ഓർമ്മിക്കുമ്പോൾ ഒന്നും കൊടുക്കാനാ തോന്നുന്നു. കാരണം എന്താ പറയുക, ഓള് പ്രസവിച്ചിട്ട് വരുന്നൊരു വരവുണ്ടായിരുന്നു. 3-4 എടുത്തിട്ട് പിന്നെ കോയമ്പിടുന്ന് പൊടി കൊടുക്കുന്നു. 3-3.5 ലക്ഷം രൂപ ചെലവാ. ഈ പിള്ളേർ എന്താന്ന് ബാത്റൂമിൽ പോന്ന് പ്രസവിക്കുന്നു, ഓളെ തന്നെ മുറിക്കുന്നു, ഇടും ചാടുന്നു, ഇങ്ങോട്ട് പോരുന്നു. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത് അറിയാതെ പോയത്? പറ. ഇനിപ്പറങ്ങള് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടിക്ക് ഗർഭിണിയായതും മനസ്സിലാവില്ല, പ്രസവിക്കുന്നതും മനസ്സിലാവില്ലാത്തൊരു മാനസികാവസ്ഥയിൽ, പ്രത്യേകിച്ച് കൗമാരത്തിൽ ഇതും കൂടി ചേരുമ്പോൾ ഒരു തരത്തിലും മനസ്സിലാവില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ സൂക്ഷിച്ചോ. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളെ നാട്ടിൽ കഴിഞ്ഞ ദിവസം 8ാം ക്ലാസ്സിലെ കുട്ടിയോട് ആ ബ്യൂട്ടീഷ്യൻ പറഞ്ഞെന്താ, എനിക്ക് ബൈക്ക് പഠിക്കണോടാ. അവന് പഠിക്കണം, അച്ഛൻ തമ്മേക്കൂല, അച്ഛൻ ഗൾഫിലാ, നിന്റെ അച്ഛൻ പൊട്ടനാടാ, ഇനി ഇറങ്ങി വാ, രാത്രി അമ്മ ഉറങ്ങുമ്പോ ഇനി ഇറങ്ങി വാ. ഈ ചെക്കൻ 8ാം ക്ലാസ്സിലെ ചെക്കനെ ഈ ബ്യൂട്ടീഷ്യൻ ഇറക്കി കൊണ്ടുവന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ? എന്താ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചെയ്തത്? വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ ഭാര്യ, അവന്റെ ഭാര്യ കുറച്ച് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മാങ് കൊടുത്ത് കുറച്ച് സെൽഫിയെല്ലാം എടുത്ത് പോന്ന പോക്കിൽ ബൈക്ക് പഠിച്ചോ പറഞ്ഞിട്ട് വെള്ളത്തിൽ ഈ സാധനം പൊടിച്ചങ്ങ് കൊടുത്തു. ഇത് കുടിക്കുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? പറ. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ചെക്കൻ ബൈക്ക് ഓടിച്ചു. ബാക്കി പറങ്ങള് 48ാമത്തെ മണിക്കൂറിൽ പറഞ്ഞോ, ഈ സാധനം ഇല്ലാതെ ചെക്കന് പറ്റൂല. വയലൻസ് ഇങ്ങനെ മുട്ടും. ഇല്ലെങ്കിൽ അവസാനം ആ 48ാമത്തെ മണിക്കൂറിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ആപത്തിലേക്ക് എന്തായാലും പോകും.
ഇപ്പൊ 48-ാമത്തെ മണിക്കൂറിൽ പിന്നെ 48-ാമത്തെ മണിക്കൂറിൽ ഇവനെ ബൈക്കോടിക്കാൻ വിളിക്കണോ വേണ്ടയോ പറ. ഓൻ സ്വന്തം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. ഇറങ്ങി വന്നപ്പോ ഈ പെൺകുട്ടി പറഞ്ഞു, എപ്പം വന്നാലും തരൂല ഇത്, ഇനി എനിക്കിത് വെറുതെ തരണമെങ്കിൽ നീ 2 പേരെ ഇവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഓൻ ആരെയാ കൂട്ടിക്കൊണ്ടുവരിക? ഓന്റെ ശത്രുവിനെയാണോ ഓന്റെ ചങ്ക് ബ്രോനെയാണോ കൂട്ടിക്കൊണ്ടുവരിക? ഇതിന്റെ ഏറ്റവും വലിയ വിഷയം അതാണ്. ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ എനിക്ക് ഈ നമ്മളെ മണി ചെയിന് പോലെ ഈ സാധനത്തിനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വളർത്തിക്കൊണ്ടുവരണം. അപ്പൊ ഡോക്ടർ ഇനി ടീച്ചർ എങ്ങനെയാ നശിച്ചുപോയെന്ന് പറ. ടീച്ചർ ആരോപെടുത്തി, ടീച്ചർ ഇതിന്റെ ഏജന്റായി, ടീച്ചർക്ക് ഈ അക്കൗണ്ടിലേക്ക് മാറ്റണമെങ്കിൽ ഒരാളെയും കൂടി വേണമായിരുന്നു. ടീച്ചറുടെ ഏറ്റവും ഫ്രണ്ടായ മറ്റേ ടീച്ചറെ കൂട്ടി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ പ്രണയത്തിന്റെ മറവിൽ പോലും കച്ചവടം നടക്കുന്നത് ഈ ഡ്രഗാണ്. നമ്മൾ ഉള്ളിയേരി ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്ന് ആ ലോഡ്ജിൽ നിന്ന് 2.400 ഗ്രാം ഈ സാധനം പിടിച്ചപ്പോ ആരുടെ കയ്യിൽ നിന്നാ പിടിച്ചത്? ഒരു 23 വയസ്സുള്ള തങ്കപ്പെട്ട ഒരു പെൺകുട്ടീന്റെ കയ്യിൽ നിന്ന്. അപ്പുറത്ത് ആരായിരിക്കുന്നത്? ഓന്റെ 27 വയസ്സുള്ള കാമുകൻ. പ്രണയത്തിന്റെ മറവിലായി കച്ചവടം നടത്തിയത്. നടക്കാവിൽ ഇതേ പ്രണയിതാക്കൾ, വേറെ പ്രണയിതാക്കൾ. കണ്ണൂരിൽ ലിവിംഗ് ടുഗദർ, കല്യാണം കഴിക്കാണ്ട് ഒന്നിച്ച് താമസിക്കുന്ന ആൾ. കുറ്റ്യാടിയിൽ നിന്ന് ഈ ഓപ്പറേഷൻ തൂഫാന് ശേഷം ഒരു കാറ് സംശയാസ്പദമായി നാട്ടുകാർ കണ്ടുപിടിച്ചപ്പോ അതിൽ നിന്ന് കിട്ടിയതും കാമുകനെയും കാമുകിയായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് കാമുകനെയും കാമുകിയും. അപ്പൊ പ്രണയത്തിന്റെ മറവിൽ ഒരു പ്രണയ മാഫിയ ഈ ലഹരിക്ക് പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായ വിവേകം നമ്മളെ മക്കൾക്ക്. നിങ്ങൾക്ക് ഇനി നിങ്ങൾ ആര് പ്രണയിക്കാനാ? അതാണ് നിങ്ങളത്. ഇനിയിപ്പോ പറയട്ടെ, എനിക്കിപ്പം ക്ലാസ് എടുക്കുമ്പോയില്ലേ നിങ്ങളോട് എനിക്കൊരു പ്രണയം മുട്ടിയെന്ന് വിചാരിച്ചോ, ഞാൻ വാട്സപ്പിൽ ഐ ലവ് യു ഒന്നും അയക്കണോ? ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മുട്ടായിമ്മല് ലേശം പെരട്ടിയിട്ട് ആളുകളെ മുമ്പ് അങ്ങ് തരൂ. ഇത് ബാക്കി പറഞ്ഞോളി. നിങ്ങളില്ലേ ഓന ആ പൊട്ടൻ എനക്കല്ലേ തന്നിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു ഒറ്റ മിണുങ്ങലായിരിക്കും. ആ മിണുങ്ങൽ എന്നാ സംഭവിക്കുമെന്ന് പറ. 48 മണിക്കൂർ ഭർത്താവിനെ ഇങ്ങനെ നോക്കി പാടുന്നു, വാഴ്ത്തിപ്പാടുന്നു, തിരുമ്പുന്നു, ഇങ്ങനെ ഭയങ്കര എല്ലാ പണിയെടുക്കും. 48-ാമത്തെ മണിക്കൂറിൽ ഇത് കിട്ടിയില്ല എങ്കിൽ നിങ്ങളെ ജീവിതം തലച്ചോറ് പോയി. നിങ്ങൾക്ക് ഏടുന്ന് കിട്ടും ഇത്? നിങ്ങൾക്ക് എന്റെ വീടറിയോ? ആ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും നിങ്ങൾ. അത് ഏടുന്നാ തപ്പിപ്പിടിക്കുന്നതെന്ന് പടച്ചോ ഉണ്ടാക്കുങ്ങളാ. കാരണം നിങ്ങളത് ഉപയോഗിച്ചില്ല എങ്കിൽ നിങ്ങൾ തല തല്ലി മരിക്കൂ. അപ്പൊ പ്രണയം പറങ്ങളെ മക്കൾക്ക് ഇത് കൊടുത്താൽ പ്രണയിക്കാനോ ഓൻ ഐ ലവ് യു പറയേണ്ട ആവശ്യമുണ്ടാ? പിന്നീട് 48-ാമത്തെ മണിക്കൂറിൽ എന്നെ തേടി വരും. ഞാൻ കൊണ്ടാച്ച ബൈക്കിൽ, ഞാൻ കൊണ്ടാച്ച റൂമിൽ, ഞാൻ കൊണ്ടാച്ച റിസോർട്ടിൽ നിങ്ങളെ മക്കളും എല്ലാവരും വരും.